ഹായ് ഡിയേഴ്സ്, ഇന്നലെ SSLC റീവാലുവേഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പലരും വന്നിട്ട് പല കമൻറ്റുകൾ നെഗറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, എനിക്കൊരു മറുപടിയല്ല, ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയുകയാണ്. ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, നിരവധി കുട്ടികൾ എനിക്ക് ഇന്നലെ വീഡിയോ അയച്ചു തന്നു. സാർ, നമ്മുടെ റീവാലുവേഷൻ്റെ റിസൾട്ടിൻ്റെ സൈറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റേത് നോട്ട് രജിസ്റ്റേർഡ് ഫോർ റീവാലുവേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റേത് സ്കൂളുകാർ കൊടുത്തിട്ടില്ലേ, അല്ലെ ഞാൻ അക്ഷയെന്ന് കൊടുത്തത് തെറ്റിപ്പോയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. സോ അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞു, റീവാലുവേഷൻ്റെ സൈറ്റ് iExam പോർട്ടൽ അവിടെ അവൈലബിൾ ആണ്. iExam പോർട്ടലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്ലിക്ക് കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ ചെക്ക് റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് ഓപ്പൺ ആയി വരേണ്ടതിന് പകരം നോട്ട് രജിസ്റ്റേർഡ് ഫോർ റീവാലുവേഷൻ എന്നാണ് കാണിക്കുന്നത്. ഇനി ഇത് കാണിച്ചത് കൊണ്ട് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ടെൻഷൻ ആവാൻ കാരണം എന്ന് അറിയോ? അത് അവർ ഈ വീഡിയോ കൂടി കണ്ടതാണ്. ഞാനതൊന്ന് പ്ലേ ചെയ്തു തരാം കേട്ടോ. വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണയ അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്നതിൽ പ്രധാന അധ്യാപകൻ അനാസ്ഥ വരുത്തിയെന്ന് പരാതി. തിരുവനന്തപുരം വെമ്പായം കന്യാകുളങ്ങര സ്കൂളിലെ 64 വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണയ അപേക്ഷ പ്രധാന അധ്യാപകൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. പുനർമൂല്യനിർണയത്തിന്റെ ഫലങ്ങൾ പുറത്തു വരാനിരിക്കെ പ്രധാന അധ്യാപകൻ സജി മാതാപിതാക്കളെ വിളിച്ച് ഈ വിവരം അറിയിക്കുകയായിരുന്നു. അക്ഷയയിൽ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തു. അതിനുശേഷം ആ ഫോം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് HMന്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ ഫീസ് അടയ്ക്കണം. അതാണ് അതിന്റെ ഫോർമാലിറ്റി. അപ്പൊ അതെല്ലാം ഞങ്ങൾ ചെയ്തു. അപ്പൊ ഞങ്ങൾ ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്കൊരു അറിവ് കിട്ടി. പിന്നെ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നൊരു ഇൻഫർമേഷൻ അവിടുന്ന് സ്കൂളിൽ തന്നെ വിളിച്ച് പറയുകയുണ്ടായി. അപ്പൊ ഒരു കുട്ടിയല്ല, 64 കുട്ടികളുണ്ട്. ഈ സ്കൂളിൽ നിന്നും 64 കുട്ടികൾ റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ 64 കുട്ടികളും എന്താകും ഇവരുടെ റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ എല്ലാ രക്ഷകർത്താക്കളും ആശങ്കയിലാണ്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, 64 കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ സ്കൂൾ പറയുന്ന വിശദീകരണം എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് പൂർണ്ണമായും പ്രധാന അധ്യാപകന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്. അതായത് ഈ 64 കുട്ടികളും അക്ഷയയിൽ രജിസ്റ്റർ ചെയ്ത് പിന്നീട് ഹെഡ് മാസ്റ്റർ ആണ് ഇത്തരത്തിൽ റീവാലുവേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അപേക്ഷിച്ച കുട്ടികളുടെ കാര്യങ്ങൾ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് പ്രധാന അധ്യാപകൻ വിട്ടുപോയി എന്നുള്ള വിശദീകരണമാണ് പ്രധാന അധ്യാപകൻ നൽകുന്നത്. നിലവിൽ ഇപ്പോൾ പരീക്ഷാ ഭവനിലെത്തി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രധാന അധ്യാപകൻ നോക്കുന്നുണ്ടെങ്കിലും ഈ 64 കുട്ടികൾക്കും ഇത്തിരി വൈകിയ വേളയിലാണ് റിസൾട്ട് വരാൻ സമയമായി. ആ വൈകിയ വേളയിൽ മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല, തന്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് പ്രധാന അധ്യാപകൻ അറിയിക്കുന്നത്. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ റീവാലുവേഷന്റെ റിസൾട്ട് ഫലം വരാറായി എന്നുള്ളത് വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. എന്തായാലും ഈ സംഭവം ഉണ്ടായത് അത് പ്രധാന അധ്യാപകന്റെ പിഴവിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കാര്യം യെസ്, ഇത്രയാണ് കാര്യങ്ങൾ. അതായത് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ, സാറേ റീവാലുവേഷൻ റിസൾട്ട് വന്നോ, അത് പിന്നെ കിട്ടുന്നില്ല, കുറേ ആൾക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. അവരുടേത് രജിസ്റ്റർ അല്ല എന്ന് ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന്. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് കുട്ടികൾ നേരെ പോവുകയാണ് iExam പോർട്ടൽ എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾ കാണണ്ടല്ലോ. റീവാലുവേഷൻ റിസൾട്ട് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഓപ്പണായി വരുന്നത് നമ്മുടെ iExam പോർട്ടൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാണിക്കുന്നു. ഇവിടെ ഒരു രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കും നോട്ട് രജിസ്റ്റേർഡ് ഫോർ റീവാലുവേഷൻ. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡയലോഗ് ഇവിടെയും വരികയാണ്. അപ്പോൾ കുട്ടി വിചാരിക്കുക, പടച്ചോനെ ഞാൻ പിന്നെ അക്ഷയ പോയി ചെയ്തതിൻ്റെ പ്രശ്നമാണോ, അല്ലെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തതിൻ്റെ പ്രശ്നമാണോ, സ്കൂളിലെ ടീച്ചർ അത് അങ്ങോട്ടേക്ക് അയച്ചിട്ടില്ലേ, ഈ ടെൻഷൻ ഇന്നലെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നലെ ചെയ്തു തന്നത്. ആ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാണ് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം കുട്ടികളിലെ ടെൻഷൻസ് കുറയ്ക്കാനാണ് എല്ലാ വീഡിയോസും നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങളത് പൂർണ്ണമായി കാണണം, ഓരോ വീഡിയോയും അവസാനം വരെ കാണണം. പിന്നെ ഒരുപാട് കുട്ടികൾ ബൾക്കായിട്ട് മെസ്സേജ് വരുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് മോളെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു സ്കൂളിലെ 64ഓളം കുട്ടികളുടെ റീവാലുവേഷൻ ആ സ്കൂള് പരീക്ഷാ ഭവനിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുട്ടികളുടെ റിസൾട്ടിന് എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കാര്യം അവരുടെ പൈസ ഇവിടെ കിടക്കുന്നുണ്ട്.
ആ സ്കൂളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അതിനൊക്കെ ഇതൊരു അനാസ്ഥയാണ്, ഒരു പ്രധാന അധ്യാപകൻ്റെ അനാസ്ഥയാണ് വന്നിരിക്കുന്നത്. അതൊരു വീഴ്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ലീഗൽ പ്രൊസീജിയർ എന്ന് എനിക്കറിയില്ല. അത് എന്തായാലും അതിൻ്റെ ഭാഗം വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും അത് അറിഞ്ഞിട്ടുണ്ടാകും. ആ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും കൺസിഡറേഷൻ ചെയ്യായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടും ചാടി കയറി പോയിട്ട് ഇതാ ഈ സൈറ്റിൽ വന്ന് വ്യൂ റിസൾട്ട് അടിച്ചു കഴിഞ്ഞാൽ നോട്ട് രജിസ്റ്റേർഡ് ഫോർ റീവാലുവേഷൻ എന്നാണ് കാണിക്കുക. അത് കാണിക്കുന്നത് എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരീക്ഷാ ഭവൻ എന്ത് ചെയ്തിട്ടില്ല, അതിലേക്ക് ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ള ഒഫീഷ്യൽ വാർത്ത വരും. അതിനുശേഷം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് കാണാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഇന്ന് വരാം, നാളെ വരാം, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ കാണുന്നത് മെയ് 31 നാളെയാണ്. പക്ഷേ നമ്മുടെ ഗൂഗിൾ പറയുന്നത് ജൂൺ 1-ാം തീയതി, ജൂൺ എന്നാണ് പറയുന്നത്, 1-ാം തീയതി എന്ന് പറയുന്നില്ല. സോ 2-ാം തീയതി നമ്മുടെ അലോട്ട്മെൻറ്റ് വരുന്നത് കൊണ്ട് ജൂൺ 1 ആകാം, 31 ആകാം. 30 ഇന്നാണ്, ഇന്ന് വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മേ ബി വന്നേക്കാം, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശനിയാഴ്ച നാളെ 31 എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, സോ ഇതുപോലെയുള്ള ക്ലാരിഫിക്കേഷൻസ് വീഡിയോസുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇപ്പോൾ 2 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. സയൻസുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.